ഇപ്പൊ കുറച്ച് നാളായിട്ട് മാരാന്റെ ഒരു സബ്ജക്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ അങ്ങ് മറിഞ്ഞും തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ അതിന് ഇതുവരെയും ഞാൻ അതിനെതിരെ പ്രതികരിച്ചില്ലായിരുന്നു. കാരണം എനിക്കത് പ്രതികരിക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് പ്രതികരിക്കായിരുന്നത്. പക്ഷെ ഇപ്പൊ തോന്നുന്നത് പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ ശരിയാവില്ല. കാരണം ഇന്ന് ഇപ്പോ ശോഭ വിശ്വനാഥിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് മറുനാടന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിനകത്താണ് ആ വോയിസ് ക്ലിപ്പ് വരുന്നത്. വോയിസ് ക്ലിപ്പ് വേറെ ഒന്നല്ല, ഓൾറെഡി നമ്മുടെ മാരാര് ഒരു അലിഗേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കുറച്ച് നാൾ മുമ്പ്. അതായത് ബിഗ് ബോസിനകത്ത് സ്ത്രീകൾ പോകുന്നത്, അതായത് കുറെ സ്ത്രീകളെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു 100 ദിവസം നിർത്താമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മോശമായ വേർഡ്സ് ഒക്കെ പറഞ്ഞു. ഞാനപ്പോ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ടാണ് മാരാര് ഒരു അലിഗേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ പോലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ മാരാര് അവിടെ ഒരിക്കലും ഒരു തെളിവ് കാണിച്ചില്ലായിരുന്നു അല്ലെ. ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്നും പറഞ്ഞു ഒരു തെളിവൊന്നും കാണിച്ചു. ജസ്റ്റ് ഒരു അലിഗേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. തെളിവായിട്ടൊന്നും കാണിച്ചില്ല. നമുക്ക് തെളിവില്ലാതെ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ മാരാര് ഇങ്ങനെ ഒരു കൂട്ടമായ ആൾക്കാർ, ഒരാളെ അല്ല പറയുന്നത്. ബിഗ് ബോസിനകത്ത് ഒരുപാട് പേര് മത്സരിക്കാൻ പോയിട്ടുണ്ടല്ലോ, ഇനി മത്സരിക്കാനും പോകുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ബിഗ് ബോസിനകത്ത് പോകണം, അല്ലെങ്കിൽ അവർ അതിനകത്ത് പോകുമ്പോൾ അവരുടെ ലൈഫ് തന്നെയാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിൽ പോലും. ഇപ്പൊ ഇനി അങ്ങോട്ട് ബിഗ് ബോസിലോട്ട് പോകണമെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പോലും ഒന്ന് പേടിച്ചു പോകും. കാരണം മാരാർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെയും ആ കണ്ണിലൂടെ കാണൂ ജനങ്ങളെന്ന് ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ മാരാർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തതയില്ലാതെ അല്ലെങ്കിൽ തെളിവില്ലാതെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരാളെ കുറിച്ച് മാത്രം പറയാം. ആരാണോ അങ്ങനെ ചെയ്ത് അവരെ കുറിച്ച് മാത്രം പറയും. ഇതിപ്പോ അതിനകത്ത് പോയ എല്ലാവരും ഇപ്പൊ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് കാണാൻ പറ്റും. അവരിപ്പോ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടാ, അതായത് ബിഗ് ബോസിനകത്ത് പോയ ആരെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാ അതിനിടയിൽ എല്ലാ കമന്റ്സ് ഇങ്ങനെ, ഓ നീ അങ്ങനെ പോയതല്ലേ, നീ അങ്ങനെയല്ലേ ബിഗ് ബോസിൽ നിന്ന്, എന്നിട്ട് എല്ലാ കമന്റ്സ് നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ. അപ്പൊ അവര് നേരിടുന്ന സൈബർ അറ്റാക്ക് ഉണ്ട്. അതിന് കാരണം ഈ മാരാര് മാത്രമാണ്. അപ്പൊ മാരാർ ഒരാളെയാണ് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരാൾക്ക് മാത്രമായിരിക്കും അത് ഉണ്ടാവുക. ഇതിപ്പോ എല്ലാ സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇത്. അപ്പൊ അതിനെതിരെ പ്രതികരിച്ച ഒരാളാണ് ശോഭ വിശ്വനാഥ്. ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു. അപ്പൊ ഈയിടെ ശോഭയാണെങ്കിൽ ഒരു കേസ് കൊടുത്തു മാരാർക്കെതിരെ. എന്നിട്ട് മാരാര് പോലീസ് അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മാരാരിന് കൊടുത്ത കേസ് ഇതായിരുന്നു. അതായത് ഈ സൈബർ അറ്റാക്കിനെ നേരിട്ടുകൊണ്ടുള്ള ഒരു കേസാണ് കൊടുത്തത്. ശോഭ കുറെ നാൾ കൊണ്ട് അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഉണ്ട് ഈ ഒരു പേരിൽ. കമന്റ്സ് ആണെങ്കിലും ശോഭ വ്യക്തമായിട്ട് ആ വോയിസിനകത്ത് പറയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചു എന്ന് വരെ ആൾക്കാർ പറഞ്ഞു. എന്റെ ഒരു കാരണം കൊണ്ട് അച്ഛൻ മരിച്ചുപോയി എന്ന് വരെ ആൾക്കാർ പറയുന്നു. അതുപോലെ തന്നെ ഒരു പുറത്ത് പോയിട്ട് തന്നെ ആൾക്കാർ ആദ്യമേ ചോദിക്കുന്ന അതാണ് കാര്യം. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ് ഫുൾ അതാണ്. ഫുൾ സൈബർ അറ്റാക്ക് ഇങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെയാണ് ശോഭ വിശ്വനാഥ് കേസ് കൊടുത്തത്. സൈബർ സെല്ലിൽ DSPക്ക് വഴിയാണ് കേസ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ മാരാര് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ശോഭ വിശ്വനാഥാണ് കേസ് കൊടുത്തത്. ഞാൻ ബിഗ് ബോസിനകത്തുള്ളപ്പോ എന്റെ മകൾ എന്ത് വന്ന് പറഞ്ഞു എന്നെ അടിച്ചെന്നോ അതിന്റെ പേരിൽ പോസ്കോ കേസ് ശോഭ വിശ്വനാഥ് കൊടുത്തു. അതും കൂടാതെ തന്നെ ശോഭ വിശ്വനാഥ് ഈ ഒരു കേസ് കൊടുക്കാൻ ഇങ്ങനെ ഇത് കാണിച്ചെങ്കിൽ എന്തുകൊണ്ട് ശോഭ വിശ്വനാഥിന്റെ ഒരു കേസ് ഉണ്ടല്ലോ, പഴയ കേസ്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. ആ ഒരു കേസിന് എതിരെ സംസാരിക്കാൻ ഇതുവരെയും ശോഭ വാ തുറന്നിട്ടില്ല. അതെന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന് ശോഭ വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പോസ്റ്റ് കണ്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ആ ഒരു പോസ്റ്റ് ഒരിക്കലും മാരാര് ഓൾറെഡി അത് ക്ലോസ് ചെയ്ത വിഷയമാണല്ലേ ശോഭയുടെ. കാരണം ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് നമ്മുടെ ശോഭയാണ് ക്ലിയർലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലൈഫ് സ്റ്റോറിക്കകത്ത്. ആ ഒരു കേസ് തെളിഞ്ഞതാണ്, ശോഭയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ജനങ്ങളെ അറിയിക്കാൻ കൂടി വേണ്ടിയാണ് ശോഭ വന്നതെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ആ ഒരു ഇത് എന്തിന് പിന്നെ വീണ്ടും അത് കുത്തിപ്പൊക്കേണ്ട കാര്യം മാരാർക്ക് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ശോഭേനെ അവിടെ ശരിക്കും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാരാർ അങ്ങനെ പറഞ്ഞത്. കാരണം അറിയാം മാരാറിനെ പിന്തുണയ്ക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ബിഗ് ബോസിനകത്തല്ല പുറത്ത് ജനങ്ങളിൽ. ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും വീഡിയോസ് ഇടുന്നുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പക്ഷെ എനിക്കത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തതയില്ലാത്തതും അതുപോലെ തെളിവില്ലാത്ത ഒരു കാരണത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. മാരാർ തെളിവ് കൊണ്ടുവന്ന ഒരു പക്ഷേ നമുക്ക് ഓക്കെ. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ അവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നില്ല ഒന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്കറിയില്ല സത്യമാണോ സത്യമല്ലെന്ന്. അപ്പൊ തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കാം, അല്ലാത്ത പക്ഷം അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ശോഭയുടെ ഒരുപാട് ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്ന വോയിസ് ക്ലിപ്പ് ഒക്കെയാണ് പുറത്തു വന്നത്. അപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര പേഴ്സണലി സങ്കടം തോന്നി. കാരണം ഞാൻ അടക്കമുള്ള പെൺപിള്ളേരാണ് ഇത് ഇത്രയും ഒരു സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ അത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്തേലും ഒരു മാറ്റം തോന്നിക്കഴിഞ്ഞാൽ അവരെങ്കിലും നിർത്തുമല്ലോ ഈ സൈബർ അറ്റാക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ അറിയാത്തവരെ കുറിച്ച് എന്തിനിങ്ങനെ പറയണം. ഇപ്പൊ ഉള്ള കാര്യമാണെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആവശ്യമില്ലാതെ ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു തെളിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവൻ ഈ ശോഭയുടെ എല്ലാ ഈ കമന്റ്സ് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. എന്താണ് നീ അങ്ങനെ ചെയ്തതല്ലേ, നീ അങ്ങനെയല്ലേ അവിടെ 100 ദിവസം നിന്നത്, അതുകൊണ്ടല്ലേ നീ പട്ടുസാരി കൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട്
നീ അങ്ങനത്തവളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബാഡായ കമന്റ്സ് ആണ് വരുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ലജ്ജാവകം തോന്നുന്നത്. നമ്മുടെ ജനങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടാൽ അതിനെതിരെ പായുന്നവരാണ് എല്ലാവരും അല്ലെ. അപ്പൊ അതൊക്കെ കുറച്ച് നിങ്ങൾ അതിനെ ചിന്തിക്കുക. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർ അവിടെ ചെയ്തത്, അവിടെ അഖിൽമാരാരോട് ജയിച്ചു തന്നെ പറയാം. കാരണം അഖിൽമാരാറിന്റെ ഒരു സമയത്തെ ഫെയിം ഇപ്പൊ സീസൺ 6 തുടങ്ങിയപ്പോ അഖിൽമാരാറിന് കിട്ടുന്നില്ല. അപ്പൊ അഖിൽമാരാറിനാണെങ്കിൽ ഒരു അറ്റൻഷൻ വേണമായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ അറ്റൻഷൻ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൊണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ കൊണ്ടിടണം. അതുകൊണ്ട് മാത്രമാണ് അന്ന് അഖിൽമാരോട് വന്ന് ഇങ്ങനെ സംസാരിക്കേണ്ടായി. അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു വിഷയം അവിടെ ഇട്ടത് കൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ബുമ്മായി. കാരണം എല്ലാവരും അതിനെ കുറിച്ച് കയറി പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറെ പേര് എതിർക്കുന്നവരുണ്ട്, കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എനിക്കൊന്ന് യൂട്യൂബിൽ തന്നെ കുറെ ഫേമസ് ആയ യൂട്യൂബേഴ്സ് തന്നെ അഖിൽമാരെ സപ്പോർട്ട് ചെയ്ത്, അതും ബിഗ് ബോസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നുണ്ട്. നമ്മളൊന്നും ഓർക്കാം, നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം തന്നുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുക. അതുപോലെ തന്നെയാണ് മറ്റു യൂട്യൂബേഴ്സിന്. അപ്പൊ നമ്മൾ അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് അറിയാതെ ഒരിക്കലും ആ ഒരു സംഭവമായിട്ട് സംസാരിക്കാൻ പാടില്ല അല്ലെ. ഫസ്റ്റ് എന്താണോ എന്ന് അന്വേഷിച്ച് ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം അത് തെറ്റാന്ന് പ്രസ്താവന നടത്തുക. അല്ലാത്ത പക്ഷം നമുക്കത് പറയാം, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് അടിച്ചമർത്തി പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളാണ് നിങ്ങളെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരെയും പെങ്ങന്മാരെയും കുറിച്ചൊക്കെ ആലോചിക്കുക. അപ്പൊ ഒരു സ്ത്രീനെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ശരിയാണോ തെറ്റാണോ, അവരെങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓരോ കമന്റ് ഇടാനായിട്ട്. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ എന്നോട് ദേഷ്യം തോന്നായിരിക്കാം. കാരണം ഇനിയിപ്പോ എന്റെ കമന്റ് ബോക്സ് ഉണ്ടായിരിക്കും, കാരണം ഒരുപാട് സ്മാലർ ഫാൻസ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പറയാൻ തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾക്ക് പറയാം, നോ പ്രോബ്ലം. എന്നാലും ഞാൻ ഈ പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ നമ്മുടെ ശോഭയുടെ വോയിസ് കേട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മറുനാടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്തുണ്ട്. നിങ്ങൾക്ക് അത് പോയി കാണാൻ എന്തായാലും. ഞാൻ അതിന്റെ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.